നമ്മുടെ പുതിയ ഗ്രൂപ്പ് കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ് അഥവാ ഇന്നർ സെൽഫ് ഹീലിംഗ്. ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കാം. ഇന്നർ ചൈൽഡ് ഹീലിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള മുറിവേറ്റ വ്യക്തിയെ അല്ലെങ്കിൽ മുറിവേറ്റ കുട്ടിയെ നമ്മൾ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ചെറിയ പ്രായം മുതൽ ഈ ഒരു വയസ്സ്, നിങ്ങൾക്ക് എത്ര വയസ്സാണെങ്കിലും, നിങ്ങൾക്ക് 80 വയസ്സാണെങ്കിലും 20 വയസ്സാണെങ്കിലും ഏത് ഏജിലാണെങ്കിലും നിങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ വേദനകളും ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇത് മാജിക്കലായിട്ടുള്ളൊരു പരിപാടിയൊന്നുമല്ല. നമ്മൾ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിക്കൊണ്ട്, അതായത് നമ്മളിൽ തന്നെ വർക്ക് ചെയ്ത് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റുകയാണ് ചെയ്യുന്നത്. എഴുത്തിലൂടെയാണ് നമ്മൾ ഇന്നർ ചൈൽഡ് ഹീലിംഗ് ചെയ്യുന്നത്. നമ്മൾ നമ്മളെ മനസ്സിലാക്കുന്നു, നമുക്ക് വേണ്ട റീപാരൻറ്റിങ് കൊടുക്കുന്നു. നമ്മൾ നമ്മുടെ പാരൻ്റായി നിന്നുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പഠിക്കുന്ന ഒരു യാത്രയാണ് ഇന്നർ ചൈൽഡ് ഹീലിംഗ്. ഇന്നർ ചൈൽഡിന് അല്ലെങ്കിൽ ഇന്നർ സെൽഫിന് മുറിവേറ്റിട്ടുണ്ടെങ്കിൽ നമ്മളിൽ ഉണ്ടാവുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ട്, കുറച്ച് പാറ്റേൺ ഉണ്ട്. അതെന്താണെന്നുള്ളത് ക്ലിയർ ആക്കാം. ഒന്ന്, എപ്പോഴും ഞാൻ അത്ര പോരാ എന്നുള്ള തോന്നലായിരിക്കും. പിന്നെ എല്ലാ കാര്യവും ചെയ്യുന്നത് മറ്റുള്ളവരെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓവർ തിങ്കിങ്, കാട് കയറി ചിന്തിക്കുക എന്നുള്ളത് വളരെ നോർമലായിട്ടുള്ള ഒരു കാര്യമായിരിക്കും നിങ്ങളുടെ ലൈഫിൽ. പിന്നെ റിജക്റ്റായി പോകുന്നതൊക്കെ വല്ലാത്ത പേടിയായിരിക്കും. തോറ്റു പോവോ, ആൾക്കാരെന്നെ ഒഴിവാക്കുമോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പൊട്ടിത്തെറിയിലേക്ക് എത്തിപ്പോവോ, ഞാൻ കാരണം ബന്ധങ്ങൾ തകരുവോ, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. നിങ്ങളുടെ ഇമോഷൻസ് എപ്പോഴും വളരെ വലുതായിരിക്കും. നിങ്ങൾക്ക് ആൾക്കാരെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളുടെ ആവശ്യങ്ങൾ മറ്റുള്ളവരോട് തുറന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടാവും. ബൗണ്ടറി വെക്കുന്ന കാര്യത്തിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. അതായത് ഏത് രീതിയിലാണ് ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണം, അതിർവരമ്പ് എവിടെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാൻ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും. പെട്ടെന്ന് ദേഷ്യം വരും. ചുറ്റും ഒരുപാട് പേരുണ്ടെങ്കിലും എപ്പോഴും ലോൺലിനെസ് ആയിരിക്കും നിങ്ങൾക്ക് ഫീൽ ചെയ്യുക. പിന്നെ മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവനവൻ്റെ കാര്യങ്ങളൊക്കെയും ഒഴിവാക്കും. മറ്റുള്ളവർക്ക് ഒരുപാട് സ്നേഹം കൊടുക്കുമ്പോഴും സ്വന്തത്തോട് ഒരു തരം വെറുപ്പായിരിക്കും. സ്വന്തം വിഷമങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കും. മറ്റുള്ളവരെ കാണിക്കാതെ, ഒട്ടും കാണിക്കാതെ ഹൈഡ് ചെയ്ത് വെക്കും. കരച്ചിൽ, എപ്പോഴും വല്ലാത്ത സങ്കടവും കരച്ചിലും. ആരും ഇല്ലെങ്കിൽ പിന്നെ അത് കരയാനുള്ള ഒരു സാഹചര്യമായിട്ട് മാറും. ചിലപ്പോൾ എന്തിനാണ് കരയുന്നത് എന്നുള്ളതിൽ പോലും നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടണം എന്നില്ല. എന്തോ ഒരു വിഷമം എന്ന് മാത്രമേ നിങ്ങൾക്ക് തോന്നുള്ളൂ. എപ്പോഴും സ്വന്തത്തിൽ സംശയമായിരിക്കും. തീരെ സെൽഫ് എസ്റ്റീം ഉണ്ടാവില്ല. എപ്പോഴും സംശയങ്ങൾ മാത്രം, അല്ലെങ്കിൽ എന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള തോന്നൽ മാത്രമായിരിക്കും. അല്ലെങ്കിൽ ഞാനൊന്നും എൻ്റെ ജീവിതത്തിൽ ചെയ്തില്ല എന്നുള്ള പോലുള്ള ഗിൽട്ടി ഫീലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാൻ പോലും നല്ല ബുദ്ധിമുട്ടായിരിക്കും. കാരണം റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നതൊരു ലക്ഷറി ആയിട്ടൊക്കെയാണ് നിങ്ങൾ കാണുക. അത് ഞാൻ അർഹിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാനത് ചെയ്യാൻ പാടില്ല എന്ന തോന്നലായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. എല്ലാറ്റിനോടും ഭയമായിരിക്കും, എല്ലാറ്റിനോടും പേടിയായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, എണ്ണിയാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ഇന്നർ ചൈൽഡ് കൊണ്ട് ഉണ്ടാവും. റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. കാരണം ഇന്നർ ചൈൽഡിന് മുറിവേറ്റ് കഴിഞ്ഞാൽ പിന്നെ നമുക്കെല്ലാം വലിയ ഫീലിങ്സാണ് ഉണ്ടാവുക. നമുക്ക് ചെറിയ കാര്യം പോലും വലുതായിട്ടാണ് ഫീൽ ചെയ്യുക. ഒരാൾ പറയുന്ന ചെറിയൊരു വാക്ക് മതി നമ്മുടെ ഒരു ദിവസം ഇല്ലാതാവാൻ. അതായത് പ്രൊഡക്ടിവിറ്റിയൊക്കെയും ഈ ഒരു ഇന്നർ ചൈൽഡിന് അല്ലെങ്കിൽ ഇന്നർ സെൽഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളോട് ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അവർ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നമ്മുടെ ദിവസങ്ങളും മാസങ്ങളും നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. ഇന്നർ ചൈൽഡിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇന്നർ സെൽഫിനെ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങളുടെ കൺട്രോളിൽ വരും. അതായത് നിങ്ങൾക്ക് ഇമോഷൻസ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ കഴിയും. നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ടൊരു സേഫ്റ്റി ഫീൽ ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളോടുള്ള വിശ്വാസം കൂടും. നിങ്ങളുടെ പേടികൾ മാറും. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിതം നിങ്ങൾ അവസാനിപ്പിക്കും. അതായത് എപ്പോഴും മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊടുക്കുന്നതിന് പകരം നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് നിങ്ങളുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ജീവിക്കും. നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടും. നിങ്ങളുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കഴിയും. സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റീവ് ആവലാണ്, അല്ലെങ്കിൽ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകലാണ് നിങ്ങളുടെ ഡ്രീമെങ്കിൽ അത്, അല്ലെങ്കിൽ വലിയ വലിയ സ്വപ്നങ്ങളാണെങ്കിൽ അത് എല്ലാം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യൽ ഈസി ആയിട്ട് മാറും. ഇതിനേക്കാളേറെ നമുക്ക് സമാധാനം, ശരിയായ സമാധാനം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് കഴിയും. ഈ ഗ്രൂപ്പ് കോച്ചിങ്ങിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്നത് എൻ്റെ നമ്പറാണ്, പിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എൻ്റെ നമ്പറാണ്. അതിലേക്ക് ഹായ് അയച്ചാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ഈ ഒരു ഹീലിംഗ് ഗ്രൂപ്പ് ഇനി വരുന്നത് 6 മാസത്തിന് ശേഷമായിരിക്കും കേട്ടോ. നമ്മുടെ ഗ്രൂപ്പ് കോച്ചിങ് ഒന്നും തന്നെ ലൈവ് അല്ല, അതുപോലെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളല്ല. നമ്മൾ വാട്സപ്പ് ത്രൂ ആണ് കോച്ചിങ് ഒക്കെയും നടത്തുന്നത്. അതായത് നേരിട്ട് നിങ്ങൾക്ക് മെസ്സേജുകൾ വാട്സപ്പ് ഗ്രൂപ്പിൽ വരികയാണ് ചെയ്യുക. നിങ്ങൾക്ക് സംശയങ്ങൾ ഗ്രൂപ്പിൽ ചോദിക്കാൻ കഴിയും. 2 ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിന് മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.